الحمد لله الذي أرسل لنا خير رسله وأنزل علينا أفضل كتبه وجعلنا من أمة خير مبعوث وأشهد أن لا إله إلا الله شهادة تقربنا إلى نعمه وأشهد أن محمدا عبده ورسوله وأشرف خلقه وخير من بين لأمته الهدى فتركها في محجة البيضاء نجا بها كل من سمع ووعى صلى الله على محمد وعلى آله وصحابه ومن اهتدى. أيها الإخوان اتقوا الله واتقوا يوما ترجعون فيه إلى الله واتقوا الله ما استطعتم فلا تموتن إلا وأنتم مسلمون. يقول جل وعلا: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തന്മാരിൽ ഉൾപ്പെടണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചു ജീവിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അവന്റെ ഉപദേശങ്ങളും തീരുമാനങ്ങളുമാണ് പരിശുദ്ധ ദീൻ. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്ന് പേര് നൽകിയതും അവൻ തന്നെയാണ്. ഈ ദീനിൽ യാതൊരുവിധ പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ല. മാ യുരീദു അല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്. അല്ലാഹു യാതൊരു പ്രയാസവും നിങ്ങൾക്ക് വരുത്തി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സുന്ദരമായ അല്ലാഹുവിന്റെ പ്രഖ്യാപനം നമുക്ക് സൂറത്തുൽ മാഇദയിൽ കാണാൻ പറ്റും. അതിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയുണ്ടായി: ഇന്ന ഹാദ ദീന യുസ്റുൻ വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ. നിശ്ചയം ഈ ദീൻ വളരെ ലളിതമാണ്. ഈ ലളിതമായ ദീനിനെ കടുപ്പമുള്ളതാക്കി തീർക്കുവാൻ ആര് ശ്രമിക്കുന്നുവോ അതവനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഇതാണ് പ്രസ്തുത പ്രസ്താവന. ഇത് സഫർ മാസമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച 4 മാസവും പരിശുദ്ധ റമദാനും ഒഴിച്ചു നിർത്തിയാൽ അല്ലാഹു പവിത്രത കൽപ്പിച്ച 4 മാസം ഏതാണ്? മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ്. പരിശുദ്ധ റമദാനിന് അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. അത് മാറ്റി നിർത്തിയാൽ
മറ്റു മാസങ്ങളെ പോലുള്ള ഒരു മാസമാണ് സഫർ മാസം. അതുകൊണ്ട് കൂടുതൽ പുണ്യമോ അല്ലെങ്കിൽ കൂടുതൽ പവിത്രതയോ അതിനെ മറ്റ് ദിവസങ്ങൾക്ക് ദുശ്ശകുനമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുമില്ല, കൽപ്പിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖാക്കൾ, സഹാബത്ത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാൽ ജാഹിലിയ കാലം മുതൽ ഈ കാലം വരെയും ചില ദുഷിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ജാഹിലിയ കാലത്ത് കൃത്യമായി രണ്ട് കാര്യമാണ് നടന്നിരുന്നത്. ഒന്ന് അത്തലാഉബു ബിഹ്, മറ്റൊന്ന് അത്തശാഉ. ഈ സഫർ മാസത്തെ മൊത്തം ദുശ്ശകുനമായി കാണുക. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തെ അവർ മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയാണ് ഇപ്രാവശ്യത്തെ മുഹറം മാസം സഫറാണെന്ന്. എന്നിട്ട് അടുത്ത മാസത്തേക്ക് മുഹറം മാസത്തിന്റെ പവിത്രതയെ നീക്കിവെക്കുക, അതായത് സഫർ മാസത്തിലേക്ക്. ചില ആളുകൾ സഫർ മാസത്തിലെ ചില ദിവസങ്ങൾക്ക് മുഹറം മാസത്തിലെ പവിത്രത കൽപ്പിക്കുകയും മുഹറം മാസത്തിലെ ചില ദിവസങ്ങൾക്ക് സഫർ മാസത്തിന്റെ സാധാരണ പരിഗണന കൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത് എന്താണ്? ഇന്ന ഇദ്ദത ശുഹൂര ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് വലദൈനാ കിതാബ്. നമ്മുടെ അടുക്കൽ കിതാബുണ്ട്, എല്ലാത്തിനും ഒരു രേഖയുണ്ട്. വെറുതെ കളിതമാശയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതൊന്നുമല്ല. എവിടെയാണോ സൂര്യൻ അവിടെയാണ് സൂര്യൻ, എവിടെയാണോ ഭൂമി അവിടെയാണ് ഭൂമി, എവിടെ വായുമണ്ഡലം, എവിടെ കടൽ, എവിടെ ജലം, എപ്പോൾ മഴ വേണം, എപ്പോൾ കാറ്റടിക്കണം, എപ്പോൾ മുളക്കണം, എല്ലാം അല്ലാഹു തീരുമാനിച്ചതാണ്. അല്ലാഹുവിന്റെ കിതാബാണ്. ആ കിതാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് 12 മാസമാണ്. 12 മാസമാണ് അല്ലാഹുവിന്റെ കിതാബിൽ ഇന്നത്തെ ശുഹൂർ, മാസങ്ങളുടെ എണ്ണം. തീർച്ചയായും മിൻഹ അർബഅത്തുൽ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രങ്ങളായ മാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പവിത്രത കൽപ്പിച്ച മാസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ഈ യാഥാർത്ഥ്യം മറികടന്നുകൊണ്ട് സഫർ മാസത്തെ മുഹറമായും മുഹറം മാസത്തെ സഫറായും ഒക്കെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ഇതിനെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നത് സിയാദത്തുൻ ഫിൽ കുഫ്ർ എന്നാണ്. സത്യനിഷേധത്തിലെ വർധനവാണ്. കൂടുതൽ കുഫറിലേക്കാണ് അവര് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയിപ്പിൽ കാണാം വല സഫറ, സഫർ മാസത്തിൽ അവർ കാണിച്ച ദുശ്ശകുനമില്ല എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. ഈ ദീൻ ആരുടെ നിയമമാണ്? ഈ ദീൻ ആരുടെ ഉപദേശമാണ്? അതിൽ മാറ്റം വരുത്താൻ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഈവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുണ്ടോ? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. നാം പറയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ പേരിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്തിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്യുകയാണ്, യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാവശ്യമെങ്കിലും യാ മുഹമ്മദ്, യാ അഹ്മദ് എന്ന് പോലുമുള്ള പരാമർശമില്ല. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി. വളരെ ആദരവോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. പക്ഷെ ഈ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താ, രീതി എന്താ? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നമ്മുടെ പേരിൽ പറയാത്ത വല്ല വർത്തമാനവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലത്തേ കൈ കൊണ്ട് അദ്ദേഹത്തെ പിടിക്കും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ ഖണ്ഡനാളം ഛേദിച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് ഏറ്റവും വലിയ കുഫ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സിയാദത്തുൻ ഫിൽ കുഫ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം എന്താണ്? വസ്തഖിം കമാ ഉമിർത വബിദാലിക ഉമിർത വഅന മിനൽ മുസ്ലിമീൻ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്ലെഡ്ജാണ്. ഞാൻ അന അവ്വലുൽ മുസ്ലിമീൻ വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ ആദ്യത്തെ, അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്നവരിൽ ആദ്യത്തെ ആള് ഞാനാണ്, പ്രഥമ പുരുഷൻ ഞാനാണ്. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ നിലനിന്നു കൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് ശിരസാ വഹിക്കുന്നതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത, അല്ലാഹു നിർദ്ദേശിക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഗൗരവമേറിയ ദുരാചാരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. സഫർ മാസം പിറക്കുമ്പോൾ തന്നെ വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പരന്ന ഒരു വാർത്തയാണ് മൻ ബശ്ശറനി ബിഖുറൂജി സഫർ ബശ്ശർതുഹു ബിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ആരോപണമാണ്. എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ അവന്റെ സീറ്റ്, ഇരിപ്പിടം ഉറപ്പിച്ചുകൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, ഇതൊരു ആരോപണമാണ്. അതായത് ഇതിന്റെ അർത്ഥം സഫർ മാസം പിറന്നു എന്ന് ആദ്യം എന്നെ ആരെങ്കിലും സുവാർത്ത അറിയിച്ചാൽ ഞാൻ അവന് സ്വർഗം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. സത്യത്തിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ല, അങ്ങനെ ഒരു സുവാർത്തയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായ സോഴ്സിൽ നിന്നാണ് എന്ന് ഉറപ്പിക്കുക. എത്ര സുന്ദരമാണത്. സുന്നത്തുകൾ സൂക്ഷിക്കുക, അദബുകൾ, മര്യാദകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതിനെ മുറുകെ പിടിക്കുക. മുർസലായി വന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ആദ്യം നിന്റെ ടാസ്ക് എന്താണ്, ജോലി എന്താണ്? അന്വേഷിക്കട്ടെ, ഇത് ശരിയായ വാർത്തയാണ് അല്ലെങ്കിൽ കള്ള വാർത്തയാണ്, ഇത് എന്റെ പ്രവാചകന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിലുള്ള കളവാണ്. അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. പലരും ഈ മാസത്തെ ശകുനത്തിന്റെ മാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള മാസം മുഹറം മാസത്തിൽ അതിന്റെ തുടക്കത്തിൽ പല സുഹൃത്തുക്കളും ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, മുഹറം 10 മുമ്പ് കൊലക്കുടിയിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളുമുണ്ടോ മുഹറം മാസത്തിൽ? 10 കഴിഞ്ഞോട്ടെ. എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ സംസാരമൊക്കെ ഉള്ള സ്ഥിതിക്ക്, അതിന്റെ അർത്ഥം എന്താ? വിശ്വാസം ഇല്ലാന്നല്ലേ, തവക്കുലില്ല എന്നല്ലേ? ഏതായാലും ഇങ്ങനെ നാട്ടിൽ അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായ ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് 10 കഴിഞ്ഞിട്ട് തുടങ്ങലല്ലേ നല്ലത്? കച്ചവടം ആരംഭിക്കലല്ലേ നല്ലത്? എന്തിനാ നമ്മൾ ഭയക്കുന്നത്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങളൊക്കെയോ, നാട്ടിൽ വരുന്ന ഈ വാർത്തകളൊക്കെയോ
ബഹുഭൂരിപക്ഷവും അതിന്റെ പിന്നാലെയാണെങ്കിൽ പോലും നിങ്ങളെന്തിനാണ് ഭയക്കുന്നത്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഉണ്ടാക്കിയതല്ലേ. സമ്മൈതുമൂഹ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. അല്ലാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല എന്നിരിക്കെ ഇത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഉണ്ടാക്കിയ ചില പേരുകൾ, ചില നാമങ്ങൾ മാത്രമല്ലേ, അതിന് ഞാൻ എങ്ങനെ ഭയക്കാൻ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യം, ഈ ദീനിൽ ആരെങ്കിലും കൃത്രിമമായി കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒടുവിലത്തെ ബുധൻ വല്ലാത്ത നഹ്സാണ്. അതുകൊണ്ട് സലാമുൻ അലാ നൂഹിൻ അലൽ ആലമീൻ എന്ന് പ്ലേറ്റിൽ എഴുതി കുടിക്കുന്നുണ്ട് പല ആളുകൾ. ഒടുവിലത്തെ ബുധനിൽ ദുഹാ നിസ്കാരത്തിന്റെ സമയത്ത് 4 റക്അത്ത് നിസ്കാരം, അതിൽ 17 പ്രാവശ്യം സൂറത്തുൽ കൗസർ, 50 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഓരോരോ പ്രാവശ്യം. എന്നിട്ട് സലാം വീട്ടി കഴിഞ്ഞിട്ട് 360 പ്രാവശ്യം അല്ലാഹു ഗാലിബുൻ അലാ അംരി വലകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, വലകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ആ സത്യം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയായിരിക്കും. അധികം ആളുകളും അറിയുന്നില്ല എന്നാണ്, ഞാനും അതിൽപ്പെട്ടവനാണെന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു ഗാലിബുൻ അലാ അംരി വലകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. ഇങ്ങനെയുള്ള കൃത്രിമമായ നിസ്കാരം 320ഓളം ബലിയത്ത്, അതായത് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കുന്നതാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച. അതുകൊണ്ട് 360ഓളം ധാന്യങ്ങൾ കടലിൽ ഷാഹത്തിൽ വുജൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സലാമുൻ അലാ നൂഹിൻ അലൽ ആലമീൻ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നൊക്കെ പറഞ്ഞ് കടലിൽ ധാന്യങ്ങൾ എറിയുന്ന ആചാരം ഒന്നിനെയും ഭയക്കേണ്ടതില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ലാത്ത കാലത്തോളം, സഹാബത്തിന്റെ നടപടിക്രമമല്ലാത്ത കാലത്തോളം ഒന്നിനെയും ഭയക്കേണ്ടതില്ല. എന്തൊക്കെ ദുരാചാരങ്ങളാണ്, എന്തൊക്കെ ഭാരങ്ങളാണ് ഈ വ്യർത്ഥമായ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹം ചുമക്കേണ്ടി വരുന്നത്. അവരുടെ ഭാരം ഇറക്കാൻ വേണ്ടിയാണ് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പ്രവാചകന്റെ പേരിൽ തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ദീൻ തന്നെ ഭാരമാക്കുന്ന അവസ്ഥാവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. നന്നായി അലങ്കരിച്ച വീടിന്റെ കട്ടില മാറ്റിക്കുക, മുറിയുടെ ഷേപ്പ് ചേഞ്ച് ആക്കുക. എത്ര വീടുകളാണെന്നറിയാമോ നമ്മുടെ നാട്ടിൽ? ലക്ഷങ്ങൾ കൊണ്ട് പണിത് തീർത്ത എന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകൾ പോലും അഹ്ലു ബൈത്താണത്രേ. അവര് പറഞ്ഞതിന്റെ പേരിൽ കട്ടില മാറ്റുക, ഷേപ്പ് ചേഞ്ച് ആക്കുക, മോന്തായം മാറ്റുക. വീട് കുടിയിരിക്കുന്ന സമയത്ത് അനുബന്ധമായി പറയട്ടെ, പാല് കാച്ചിയിട്ട് ഇത് മറ്റു മതത്തിന്റെ ആചാരത്തിൽപ്പെട്ടതാണ്. വാനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാനമിനൽ മുശ്രിക്കീൻ. ഇതല്ലേ നമ്മുടെ പ്രതിജ്ഞ? അതല്ലേ പ്രതിജ്ഞയാണ്, പ്ലെഡ്ജാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനല്ല, ഞാൻ ഒരിക്കലും മുശ്രിക്കല്ല. ഇങ്ങനെ ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടവനാണ്, ഇങ്ങനെ നിർവഹിക്കുവാൻ, ഇങ്ങനെ കാര്യങ്ങൾ പിന്തുടരുവാൻ എന്നോടുള്ള നിർദ്ദേശം അതാണ് എന്നവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ്? വ്യതിരിച്ചു പോകാതിരിക്കാൻ. അതിനുശേഷമല്ലേ അവൻ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത നബിമാർ, സിദ്ദീഖ്, ശുഹദാ, സാലിഹീങ്ങളുടെ വഴി, നബിമാരുടെ വഴി, സജ്ജനങ്ങളുടെ സഹാബത്തിന്റെ വഴി, അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിലൊന്നും ഒരു മാതൃകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല, സഹാബത്തിന്റെ മാതൃകയില്ല. പാല് കാച്ചുക, എന്നിട്ട് അതേ പാല് തന്നെ തിളപ്പിച്ച് അടുപ്പിലേക്ക് ഒഴിച്ച് ആ പാല് കൊണ്ട് തീയണഞ്ഞാൽ ബഹുവിശേഷമാണത്രേ. വരുണൻ എന്ന് പറഞ്ഞ അഷ്ടദിക്കിനെ കാക്കുന്ന ദൈവത്തിന്
വല്ലാത്ത ഇഷ്ടമാണ്. കന്നിമൂല നോക്കി വീട് പണിയുക, വാവ് നോക്കുക. ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഒരു കല്ല് വലതുഭാഗത്ത് നമുക്ക് തുടങ്ങാം, കിബിലക്ക് നേരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു അംരിൻ ദീബാലിൻ ലം യബ്ദഅ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അഖ്ത. ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ബറക്കത്തില്ലാത്തതാണ്. വലതുഭാഗത്തും തുടങ്ങി, കിബിലക്ക് നേരെയാണ്. അപ്പോ അത് നിർവഹിക്കാൻ പോകുന്ന സമയത്ത് വേറൊരാള് അവിടെ വസ്വാസം ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാല് വാവ് കഴിഞ്ഞിട്ടില്ലല്ലോ. വാവ് കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയുണ്ടോ വല്ലതും? ഇങ്ങനെ വല്ല നിർദ്ദേശങ്ങളുമുണ്ടോ? വീട്ടിൽ പ്രവേശിക്കുമ്പോ ആദ്യം എന്താണ് കൊണ്ടുപോകേണ്ടത്? എല്ലാവർക്കും വലിയ മസലയാണ്. ആദ്യം എന്താണ് കൊണ്ടുപോകേണ്ടത്? ആദ്യം കടുവ് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പാരമ്പര്യമായി കിട്ടിയ ചില ആചാരങ്ങൾ അത് കൊണ്ടുപോകാൻ പാടില്ല. ഇത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ എന്താണോ, ഏത് ഭക്ഷണ പദാർത്ഥങ്ങളാണോ, അരി കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിൽ അരിയാണ് കൊണ്ടുപോകേണ്ടത്. വല്ല മധുരപലഹാരങ്ങളുമാണോ എങ്കിൽ അതാണ് കൊടുക്കുന്നത് എങ്കിൽ അതാണ് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ അവിടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മുഹറം മാസത്തെ പല കല്യാണങ്ങളും 10 കഴിയുന്നത് വരെ മാറ്റി നിർത്തി. കണ്ടില്ലേ, എല്ലാവരും പ്രയാസപ്പെടുകയാണ്. ഇന്ന ഹാദ ദീന യുസ്റുൻ വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ. ആരെങ്കിലും ഈ ദീനിനെ കടുപ്പമുള്ളതാക്കി തീർത്താൽ ആ ദീൻ അവനെ പരാജയപ്പെടുത്താതിരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രാത്രി കടം കൊടുക്കാൻ പാടില്ല. രാവിലെ തന്നെ കടം കൊടുക്കാൻ പാടില്ല. ഏറ്റവും ബർക്കത്തുള്ള കാര്യമാണ് കടം കൊടുക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മഹാസൽക്കർമ്മങ്ങളിൽ ഒന്നാണ്. ഇല്ലാത്ത മനുഷ്യൻ അവൻ ചോദിച്ചു വരുന്ന സമയത്ത് അല്ലെ, വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറയല്ലേ, അവരുടെ ബാധ്യതയുണ്ട്, നിർബന്ധ ബാധ്യതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. ആ മഹാസൽക്കർമ്മമാണ് അതിരാവിലെ അവൻ ചെയ്യുന്നത്. അത് വീട്ടിലേക്ക് കടം ചോദിച്ചു വന്നാലും കടയിലേക്ക് കടം ചോദിച്ചു വന്നാലും കൊടുക്കാൻ ഒരു മുഅ്മിന് സാധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. സഫർ മാസത്തിലെ യാത്ര നീട്ടിവെച്ചവരുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് അറിയാതെ ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത ആളുകളുണ്ട്. ചിലർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു എന്തായാലും പറയാ, ഭയം എന്ന് പറയാൻ അവർക്ക് ധൈര്യവുമില്ല. വിശ്വസിക്കുന്നൊന്നുമില്ല, എങ്കിലും ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കെ കൈഫ വഖദിഖീൽ, ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ഒരു മുഅ്മിൻ നിർഭയത്വം സംഭവിച്ചവനാണ്. മുഅ്മിൻ ആരാണ്? നിർഭയത്വം സംഭവിച്ചവൻ, ഫിയർലെസ്നെസ്. ആരെ പേടിക്കാൻ? അല്ലാഹി തവക്കൽ. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള റബ്ബിൽ അവൻ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ, തവക്കുൽ നാക്കിലല്ല സംഭവിക്കേണ്ടത്, ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്ന പക്ഷം അവൻ മതി. ഈ ലോകങ്ങളൊക്കെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന അല്ലാഹു പോരെ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്താ? റബ്ബുൽ ഇസ്സ സുബ്ഹാനഹു വ തആല ജല്ല വഅല ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. തന്റെ ദാസന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു പോരെ? ഹസ്ബി അല്ലാഹ് എന്ന് പറയണം. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് അല്ലാഹു മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവനാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്ക് നമ്മൾ തിരിയുക. അതല്ലാത്ത കാലത്തോളം ഇങ്ങനെയുള്ള കുറെ അനാചാരങ്ങളും ദുഷിച്ച അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോയിട്ട് നമ്മൾ പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുക. മാ തറക്തു ഷൈഅൻ യുഖർരിബുകും ഇലല്ലാഹി ഇല്ലാ വഖദ് അമർതുകും ബിഹി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും, ഷൈഅൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യവും എന്നാണ്. അള്ളാഹുലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല, ഞാനത് നിങ്ങളോട് കൽപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. വമാ തറക്തു ഷൈഅൻ യുബ്ഇദുകും അനില്ലാഹി തആല. അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാ വഖദ് നഹൈതുകും അൻഹു, ഞാനത് നിങ്ങളോട് തടഞ്ഞിട്ടല്ലാതെയില്ല, നിങ്ങളെ വിലക്കിയിട്ടല്ലാതെയില്ല. ഏതൊരു കാര്യം. അപ്പൊ ഇവിടെ വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കേണ്ടതല്ലേ, പഠിപ്പിച്ചു തരേണ്ടതല്ലേ, വിരോധിക്കേണ്ടതല്ലേ? സബർവാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒടുവിലെ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടതല്ലേ? ശകലം നോക്കുന്നതിനെ പറ്റി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്നെ പറഞ്ഞത് ഇന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് യഹൂദികളുടെ ചര്യയാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീൻ, മുതവക്കിലീങ്ങളായ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. യഥാർത്ഥ ഈമാനുള്ളവർ, തവക്കുൽ അകത്ത് സംഭവിച്ച ആളുകൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ. മുതവക്കിലീങ്ങളുടെ പണിയല്ല ഇത്. അലാ ഖാലിഖിഹിം വബാരിഇഹിം, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരുടെ പണിയല്ല ഇത്. ശകലം നോക്കുക എന്നുള്ളത്. ഒരു രോഗം വന്നു, ചികിത്സിച്ചു, വീണ്ടും ചികിത്സിച്ചു, അതിങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഉടനെ അവന്റെ മനസ്സിൽ കയറി വരികയാണ്, എത്ര സുഹൃത്തുക്കളാണെന്നറിയാമോ, ഇതാരോ മാറ്റം വെച്ചതാണ്. അല്ലെ, നമ്മുടെ നാട്ടിലുള്ള കോമൺ ആയിട്ടുള്ള സംസാരം, ഇതാരോ എന്റെ പേരിൽ എനിക്കിട്ട് പണി തന്നതാണ്. കച്ചവടം അങ്ങനെയും ഇങ്ങനെയും പലതരത്തിലുള്ള കച്ചവടം നടത്തി, എല്ലാം നഷ്ടത്തിലാണ്, ഇതാരോ എനിക്കിട്ട് തന്നതാണ്. ഇങ്ങനെയുള്ള വികലമായ വിശ്വാസം. പിന്നെ ഇവൻ തന്നെ പറയുകയും ചെയ്യും, വാർത്തകൾ കേൾക്കുകയും ചെയ്യും. എന്താ? ബിസ്മില്ലാഹില്ലദി. എല്ലാവരും മനസ്സിലാക്കി വെച്ചോ, അള്ളാഹുവിന്റെ റസൂൽ അസ്സാദിഖുൽ മസ്ദൂഖാണ്. അള്ളാഹുവിന്റെ റസൂൽ അസ്സാദിഖാണ്, സത്യസന്ധനാണ്, തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. മസ്ദൂഖാണ്. മസ്ദൂഖ്, അദ്ദേഹം പറഞ്ഞാൽ ശത്രുക്കൾ പോലും സമ്മതിക്കും. അബൂജഹൽ പോലും സമ്മതിക്കും, അബൂലഹബ് പോലും സമ്മതിക്കും. അതാണ് അസ്സാദിഖുൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ച സുവാർത്തയാണ്. രാവിലെയും വൈകുന്നേരവും ഒരാള് ബിസ്മില്ലാഹ്, അത് വല്ലാത്തൊരു വാക്കാണ് കേട്ടോ. ബിസ്മില്ലാഹ്, രോഗശമനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ് ബിസ്മില്ലാഹി അർഖി വമിൻ കുല്ലി ദാഇ യുഅദി വല്ലാഹു യശ്ഫി. ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ചലിക്കുന്നതും അത് നിൽക്കുന്നതും ബിസ്മി കൊണ്ടാണ്. വഖീല ഖബു ഫീഹ ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹാ. വല്ലാത്ത ബർക്കത്തുള്ള സംഗതിയാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചിരിക്കുകയാണ്. ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി, അവന്റെ നാമത്തോടൊപ്പം അവന്റെ നാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അവന്റെ നാമം ഉച്ചരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലാ യദുർ, പിന്നെ ഉപദ്രവിക്കുകയില്ല. മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദ് ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരൊറ്റൊരു വസ്തുവും, അത് ജിന്നാകട്ടെ, മനുഷ്യരാകട്ടെ, കീടങ്ങളാകട്ടെ, വൈറസുകളാകട്ടെ, ഒരാളും ഉപദ്രവിക്കും. ഞാൻ ഈ പറഞ്ഞ ബിസ്മി, ഞാൻ ഈ പറഞ്ഞ തഅവ്വുദ് അവൻ കേൾക്കുന്നവനാണ്. ഞാൻ അവന്റെ കോടാന കോടി സൃഷ്ടികളിൽ ഒരു ചെറിയ സൃഷ്ടി മാത്രമാണ്.
എന്നാൽ പോലും എന്റെ ശബ്ദം അവനെ നന്നായി കേൾക്കും. വഹുവ സമീ അൽ അലീം. എന്താ ഇതിന്റെ അർത്ഥം? ഈ കേൾക്കുന്നവൻ ഇത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും ഇത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കേൾക്കും. അൽ അലീം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നവനറിയാം. എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷണം നൽകണം, നിങ്ങൾക്ക് കാവൽ നൽകണം എന്നവനറിയാം. ഇത് 3 പ്രാവശ്യം രാവിലെയും 3 പ്രാവശ്യം വൈകുന്നേരവും ഒരാൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ലം യദുറഹു ശൈ, ലം യദുറഹു ശൈ, ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ ശർരി മാ ഖലഖ്. വൈകുന്നേരമാകുന്ന സമയത്ത് 3 പ്രാവശ്യം ഒരാൾ ഇത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത കാവൽ തേട്ടമാണ്. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാത്, അല്ലാഹുവിന്റെ പരിപൂർണങ്ങളായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുകയാണ്. ശത്രുക്കളിൽ നിന്നാണെങ്കിൽ അങ്ങനെ, വൈറസുകളിൽ നിന്നാണെങ്കിൽ അങ്ങനെ, രോഗപ്രതിരോധമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അവൻ സൃഷ്ടിച്ച വസ്തുക്കൾ ഉണ്ടാക്കുന്ന എല്ലാ ഉപദ്രവത്തിൽ നിന്നും. അള്ളാഹു ആരാണ്? ഖാലിഖു കുല്ലി ശൈ. അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ഖാലിഖ് അല്ലാഹുവാണ്. മുദബ്ബിർ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാ, അല്ലാഹുവാണ്. ഈ അള്ളാഹുവിനോട് കാവൽ തേട്ടം കൃത്യമായിട്ട് ഹൃദയത്തിൽ സംഭവിച്ച ഒരാൾക്ക് നിർഭയത്വം സംഭവിക്കുമോ ഇല്ലേ? ഈ സുവാർത്ത ആരുടെ സുവാർത്തയാണ്? ആരുടെ സുവാർത്തയാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു അറിയിച്ച സുവാർത്തയാണ്. ഈ ദിക്റും പറഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല, എല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വീട്ടിൽ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക് നൽകുന്ന റിസ്ക്കാണ് ഈ കുടിയൻ കൂടിയ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീടുകൾ ഉണ്ടാവും. ആരും എടുക്കൂല. ചെറിയ ചുടുവിലക്ക് കിട്ടുകയും ചെയ്യും. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന റിസ്ക്കാണ്. ചെറിയ വിലക്ക് കിട്ടും, ആരും എടുക്കൂല. പോക്ക് വരവിന്റെ സ്ഥലമാണ്. ബിസ്മി പറഞ്ഞിട്ടാണ് നിങ്ങൾ കയറുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും നിങ്ങൾ ബിസ്മിയാണ് ഉരുവിടുന്നത്. പിന്നെന്തിന് ഭയക്കാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പ്രവേശനത്തിന്റെ സമയത്ത്, വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ശൈത്താനും അവന്റെ പരിവാരങ്ങളും അവന്റെ കൂടെ വരും. വഇദാ ഖാല ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ശൈത്താൻ അവന്റെ ആൾക്കാരോട് പറയും, ഇന്ന് ലോഡ്ജിങ് നമുക്കില്ല, ഇവിടെ താമസം നിഷേധിക്കപ്പെട്ടു. ബിസ്മില്ലയുടെ ബർക്കത്താണ്. ബിസ്മില്ലാഹ് അതിന്റെ ബർക്കത്താണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും അവൻ ബിസ്മില്ലാഹ് എന്ന് ഉരുവിട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താൻ അവന്റെ ആളുകളോട് പറയും, ഇന്ന് ഫുഡും ഇല്ല, ഇന്ന് ഭക്ഷണമില്ല, നമുക്ക് തിരിച്ചു പോയേക്കാം. ഇത് പറയേണ്ടതുപോലെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല എന്ന് സുവാർത്ത അറിയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാരം ഇറക്കിത്തരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചതാണ്. ഈ വിശ്വാസത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ പിന്നെ ഒരു വസ്തുവിന്റെയും ഉപദ്രവം നിങ്ങൾ കേൾക്കില്ല. ഈ ടോപ്പിക് പ്രത്യേകം പറയാനുള്ള കാരണം, ചികിത്സക്ക് പോകുന്നില്ല ചില ആളുകൾ. സഫർ മാസത്തിൽ തുടങ്ങിയാൽ പിന്നെ ഒടുവിലത്തെ ചികിത്സയായിരിക്കും എന്നാണ് കേട്ടോ. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞ മാത്രമല്ല, 2 മാസം മുമ്പ്, ഒരു മാസം മുമ്പ് ഇതേ പള്ളിയിൽ 2 സുഹൃത്തുക്കൾ, വിദ്യാസമ്പന്നരായ 2 സുഹൃത്തുക്കൾ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, അമുസ്ലിമീങ്ങളുടെ ആരാധനാലയത്തിൽ പൂജ നടത്തിയാൽ വിശ്വാസത്തിന് വല്ല ഇളക്കവും സംഭവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവരോട് കാര്യങ്ങൾ തിരക്കി.
അപ്പൊ ഏതോ ശാരീരികമായ ഒരു അസ്വസ്ഥത, ഒരു രോഗം അവരെ പിടിപെട്ടിട്ടുണ്ട് രണ്ടുപേരെയും. അപ്പോ 30ഓളം ആളുകളോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇദാ അസാബകും മിൻ മുസീബത്തിൻ, അല്ലേ, എന്തെങ്കിലും ഒരു മുസീബത്ത്, അല്ലദീന ഇദാ അസാബഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയൊരു ദുരന്തമാണ് പറയാൻ പോകുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 30ഓളം ആളുകളോട് ചോദിച്ചപ്പോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണത്രേ. എന്താണെന്നറിയോ? ഇതിവിടെ ശരിയാവില്ല. ഇത് നമ്മുടെ ഫാത്തിഹയും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുകളും ഇതൊക്കെ സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് ഈ ശൈത്താനോട്ട് പോവില്ല. ഒരുപാട് പിശാചുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവര് റെഫർ ചെയ്ത സ്ഥലമാണ്, ഏതോ ഒരു സ്ഥലം പറഞ്ഞു, മഅറൂഫായ സ്ഥലമാണ്. ആ സ്ഥലത്ത് പോയിട്ട് തുലാഭാരം അല്ലെങ്കിൽ അതുപോലുള്ള പൂജകൾ കഴിച്ചാല് ഇതിന് ശമനം കിട്ടുന്നതാണ്. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം ഇത് നൽകുകയും ചെയ്യും കേട്ടോ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആചാരം അങ്ങനെ ചെയ്തപ്പോ കുട്ടിയില്ല, 10-12 വർഷത്തോളം അദ്ദേഹത്തിന് കുട്ടിയില്ല. അവസാനം അദ്ദേഹത്തോട് ഒരു തട്ടാൻ പറഞ്ഞു, അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ശൈത്താനാണ് ബ്ലോക്ക് ഇട്ടതെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ പറഞ്ഞാൽ പോവുമായിരുന്നു. ഇത് ഞങ്ങളുടെ ആൾക്കാരാണെന്നാണ് എനിക്ക് ബലമായ സംശയം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയല്ലോ, അതുകൊണ്ട് അത് അവിടെ പോയിട്ട് ഒരു തുലാഭാരം ഒന്ന് നടത്തിയാൽ പിറ്റേ വർഷം അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി കേട്ടോ. ഫാക്ട്, പിറ്റേ വർഷം അദ്ദേഹത്തിന് കുട്ടിയുണ്ട്. എന്താ ഇയാളുടെ വിശ്വാസം? 10-12 വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞ കാര്യം ഒരൊറ്റ ഒരു വർഷം കൊണ്ട്, കണ്ടല്ലേ, ഒരൊറ്റ ഒരു വർഷം കൊണ്ട് കിട്ടി. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. ഇതിന്റെ പേരാണ് ഇസ്തിദ്റാജ്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വിശ്വാസം ശരിയല്ലെങ്കിൽ, ഈമാൻ ശരിപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശനമുണ്ടോ? സ്വർഗത്തിൽ പ്രവേശനമുണ്ടോ? അള്ളാഹു വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, അതിന് തടസ്സമുള്ള ചില ബ്ലോക്കുകളുണ്ട്, അത് നീക്കട്ടെ. വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഇത് നീങ്ങിപ്പോകട്ടെ. നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലല്ലേ, അല്ലേ? 30ഓളം ആളുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ചോദിച്ചപ്പോ ഞാൻ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഷഹാദത്ത് ആദ്യം പറയണം. സംശയിച്ചതിന്റെ പേരിൽ, ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന്റെ പേരിൽ ഇസ്തിഗ്ഫാർ നടത്തി 1.5 മണിക്കൂർ അവരോട് ഞാൻ സംസാരിച്ചു. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് അവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ വിളിക്കുന്നത് പോലെയാണ് റിസൾട്ട്, ഒരു സംശയവുമില്ലാതെ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതുപോലെ ബ്ലോക്കുകളുണ്ട്. മാസീവ് ബ്ലോക്കാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്തവരാണ്, ശാരീരികമായ ബലഹീനത, വാർദ്ധക്യം അങ്ങേ തലയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സംശയം ഉണ്ടായിരുന്നു, ഒരു റൈബ്, നേരിയ സംശയം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചത്? ഹബ്ലി മിൻ ലദുൻക വലിയൻ, ഹബ്ലി മിൻ ലദുൻക വലിയൻ, എനിക്ക് വേണം നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായി, ഒരു മകൻ എനിക്ക് സമ്മാനം നൽകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടുമില്ലാതെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ സെല്ലുകൾ മാറും ദുആ കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദുആ ഒരുപാട് കാലമായി നമ്മൾ എടുക്കുന്നു. നമ്മുടെ സെല്ലുകളിൽ തന്നെ മാറ്റം സംഭവിക്കും കേട്ടോ, സെല്ലുകളിൽ തന്നെ. എന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ വേണ്ടി, രോഗികളുടെ മുന്നിൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച കാര്യമാണ്. എന്താ? അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി, അല്ലാഹുവേ നീ സുഖം നൽകണമേ. അൻത ശാഫി, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫൈദ മരിൽതു ഫഹുവ യശ്ഫി. റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ് ലോകത്തിന്. ഞാൻ രോഗിയായാൽ എന്റെ രോഗം സുഖപ്പെടുത്തുന്നവൻ അവനാണ്. അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി. പിന്നെന്താ പറഞ്ഞെന്നറിയോ? അതാണ് അവർക്ക് കൊടുത്തത്. ലാ ശിഫാ ഇല്ലാ ശിഫാ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല.
മറ്റൊരു തുലാഭാരം കൊണ്ടോ മറ്റൊരു പൂജ കൊണ്ടോ മറ്റ് കർമ്മങ്ങൾ കൊണ്ടോ മറ്റാരെയും തൃപ്തിക്കൊണ്ടോ ഒരു ശിഫയില്ല. ലാ ശിഫ ഇല്ല ശിഫ. ഷിഫാൻ, ഞാൻ ചോദിക്കുന്ന ഷിഫ, ലാ യുഖാദിറു സഖമൻ, ഒരൊറ്റൊരു രോഗത്തെയും അത് അവശേഷിപ്പിക്കുകയില്ല. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ക്യാൻസർ, ഇല്ല മറ്റേ എയ്ഡ്സിനെ മാറ്റി നിർത്താൻ പറഞ്ഞു. ലാ യുഖാദിറു സഖമൻ, ഒരൊറ്റൊരു രോഗത്തെയും ആ ഷിഫ അവശേഷിപ്പിക്കുകയില്ല. അങ്ങനെയുള്ള ഷിഫ അല്ലാഹുവേ നൽകണമേ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങളുടെ സെല്ലുകളിൽ മാറ്റം വരും. മന്ത്രിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 പ്രാവശ്യം ഒരു രോഗിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അസ്അലുല്ലാഹൽ അദീമ റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അദീം, മഹാനാണ് അല്ലാഹു. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം, മഹാസിംഹാസനം. മഹാസിംഹാസനം, എല്ലാ വസ്തുക്കളെയും ചുഴന്നു നിൽക്കുന്ന സിംഹാസനം, മഹാസൃഷ്ടിയാണ് റബ്ബുൽ അർശിൽ അദീം. ആ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അള്ളാഹുവിന്റെ അർശിനെ പോലും അവൻ പ്രകീർത്തിക്കുകയാണ്. അതിനുശേഷം അള്ളാഹുവിനോട് ചോദിക്കും, ഐ യശ്ഫിയക, നിനക്ക് ശിഫ നൽകാൻ വേണ്ടി. 7 പ്രാവശ്യം ഒരു രോഗിയുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ മന്ത്രിക്കാൻ, മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ ആവർത്തിക്കുന്നത്. മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു മരണമാണ് അവന് നിശ്ചയിച്ചത് എങ്കിൽ അത് മരണമായിരിക്കും. അതല്ലാത്ത എല്ലാ രോഗങ്ങളും സുഖപ്പെടുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകളൊക്കെ നമുക്കുണ്ടായിരിക്കെ ഇതൊക്കെ വെച്ചിട്ട് ഇത് ഇവിടെ ശരിയാവില്ല, ഇത് അവിടെ പോയാൽ തന്നെയാണ് ശരിയാകുക, ഇങ്ങനെയുള്ള ചില പിശാചുക്കളെയും കുട്ടിച്ചാത്തന്മാരെയും സേവിച്ചാൽ മാത്രമേ സുഖപ്പെടുകയുള്ളൂ എന്നുള്ള വ്യർത്ഥമായ വ്യാജമായ സന്ദേശം എങ്ങനെയാണ് ഒരു മുഅ്മിൻ അവന്റെ തലച്ചോറിൽ കടന്നു വരുന്നത്? من أتى عرافا من أتى كاهنا أو عرافا فقد كفر بما أنزل على محمد صلى الله عليه وسلم. മുഖം നോക്കി ലക്ഷണം പറയുന്ന, അതുപോലെ കാഹിൻ, ജോത്സ്യന്റെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ അവൻ അതിനെ നിഷേധിച്ചിരിക്കുകയാണ്, കഫറായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ അത അറാഫൻ ഫസഅലഹു ലൻ തുഖ്ബൽ ലഹു സ്വലാത്ത് 40 ലൈല, 40 ദിവസത്തെ നിസ്കാരം തന്നെ സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് ചില ആളെ ഇങ്ങനെയും പറയാറുണ്ട്, ചോദിക്കുന്നതിന് പ്രശ്നമില്ല, വിശ്വസിക്കാതിരുന്നാൽ മതിയല്ലോ. എന്തിനാ ചോദിക്കാൻ പോകുന്നത്? ഉള്ളിൽ വസ്വാസം ഉള്ളത് കൊണ്ടല്ലേ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്നില്ല, എന്നാലും ചോദിച്ചുകൂടെ, എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കളവൊക്കെ നടന്നിട്ടുണ്ട്, അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നൊന്നുമില്ലപ്പാ എന്നാണ് പറയാം. അപ്പോ തീർച്ചയായും ഈ ഒരു മാസത്തിൽ ഇങ്ങനെ ദുശ്ശകരമായി കാണേണ്ട മാസമല്ല. മറ്റെല്ലാ മാസങ്ങളെ പോലെ സാധാരണ ഒരു മാസമാണ്. മുഹറം മാസത്തിലെ പവിത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് കൽപ്പിച്ചിട്ടില്ല. ഇതുപോലുള്ള ദുരാചാരങ്ങൾ എന്തെങ്കിലും കണ്ടാല് തീർച്ചയായും അതിനെ വിലക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ടോ നാവ് കൊണ്ടോ നിങ്ങൾ തടയണം. മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും വേണം. അതിന്റെ അപ്പുറം ഈമാനിന്റെ ഒരു അംശം പോലും അവശേഷിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വാട്സാപ്പിലോ ഒറ്റവും വന്നാലേ നിങ്ങൾ അതിന് വളരെ കൃത്യമായിട്ട് മറുപടി പറയാം. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ദുശകനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ഇത്തരം ദുരാചാരങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ദുരാചാരങ്ങളും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത പല, എത്ര പ്രയാസപ്പെടുന്നു എന്നറിയോ? എത്ര പ്രയാസപ്പെടുന്നു വെച്ചാല്, വാഹനം സ്റ്റാർട്ടാക്കിയിട്ട് ഒരല്പം മുന്നോട്ട് പോയാൽ മാത്രമേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണാവുന്ന, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരടി മുന്നോട്ട് പോകും, എന്നിട്ടേ പിന്നെ ഡ്രൈവ് ചെയ്യുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അപകടമാണ്. അത്രേ. ഇതാരാ പഠിപ്പിച്ചത്?
അങ്ങനെ ഏതൊരു ബസ് അതിന്റെ തൊട്ട് മുന്നിൽ ഒരു കാറിൽ കുടുങ്ങിയപ്പോ, ഒരു കാറ് വെച്ചിട്ട് കുടുങ്ങിയപ്പോ മണിക്കൂറുകളോളം ലേറ്റായി എന്നാണ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ്. മണിക്കൂറുകളോളം ലേറ്റായി പോയി. കാരണം എന്താ? മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല. മുന്നോട്ടെടുത്താലേ പിന്നോട്ടെടുക്കാൻ പറ്റുള്ളൂ. പിന്നോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷെ മുന്നോട്ടെടുത്തിട്ട് മാത്രമേ പിന്നോട്ടെടുക്കാൻ പാടുള്ളൂ എന്നുള്ള വിശ്വാസം തലയിൽ കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവിടെ ഇടപെടേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? തീർച്ചയായും ഓരോ മുഅ്മിനും വലമുനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സത്യം കൃത്യമായി മനസ്സിലാക്കി അതിനെ പിൻപറ്റുവാനും, അതുപോലെ ദുരാചാരങ്ങൾ, വിദാത്തുകൾ, അനാചാരങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله على محمد وعلى آله وأصحابه أجمعين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وأقول قولي هذا واستغفر الله العظيم لي ولكم واستغفر عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. استغفر الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا